കിച്ചൺ. ഇന്നത്തെ വിഭവം കൂട്ടുകറിയാണ്. അവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പൊ കൂട്ടുകറി ചെയ്യാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്റെ വീട്ടിൽ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇത് കടല ഞാൻ തലേദിവസം ഇന്നലെ രാത്രിയിൽ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിരുന്നതാണ്. ഇന്ന് രാവിലെ കുക്കറിൽ 7 വിസിലെടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ. ഇത് ഏത്തക്കായ, ഒരേത്തക്കായ ഇതുപോലെ കട്ട് ചെയ്തത്. ചേന, അതും ഒരു കാൽ കിലോന്റെ അടുത്തുണ്ടാവും. ഇത് ഒരു തേങ്ങ ചിരവിയത്, ജീരകം, തേങ്ങ അരപ്പിനും ആവശ്യമുണ്ട്, വറുത്തിടാനും ആവശ്യമുണ്ട് ലാസ്റ്റ്. ഇത് കടല വേവിച്ച വെള്ളം. ഈ വെള്ളത്തിലാണ് ഞങ്ങൾ ചേനയും ഏത്തക്കായും വേവിച്ചിട്ട്. പിന്നെ കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ളത് കടുകും വറ്റൽമുളകും കറിവേപ്പിലും. അപ്പൊ ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അടുപ്പത്തൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഈ ചേനയ്ക്ക് വേവ് കൂടുതലാണ്, അതുകൊണ്ട് ആദ്യം ഞാൻ ചേന ഒന്ന് ഒരു പകുതിയോളം വേവിച്ചെടുക്കട്ടെ. ചേന വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഇടുക. കടല വേവിച്ച വെള്ളമാണ് ഇത്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ചേന ഒന്ന് വെന്ത് വരട്ടെ. ഇനി ഇതൊന്ന് തുറന്നു കൊടുത്തിട്ട് നമുക്ക് ഏത്തക്കായ കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പം ചേന പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ചേനക്ക് വേവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഏത്തക്കായും ചേനയും കൂടി ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ആദ്യമേ ഇതിലോട്ടും കടല വേവിച്ച വെള്ളം കൂടി ഇടുക. ഇനി ഇതിലോട്ട് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ഇൻഗ്രീഡിയൻസിന്റെ കൂട്ടത്തിൽ വെക്കാൻ മറന്നതാണത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. കടല വേവിച്ചപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം എല്ലാ കഷ്ണങ്ങൾക്കും കൂടിയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഏത്തക്കായും ചേനയും നല്ലതുപോലെ വെന്ത് വരണം. അടച്ചു വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് ഇത് വേവട്ടെ. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഇത് അടച്ചു വെച്ചിട്ട് 6-7 മിനിറ്റോളം ആയി. ഇതിന്റെ ഇടക്ക് ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു. ഇതിപ്പം കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയിൽ നിന്ന് കുറച്ച് കറിവേപ്പിലയും വേവിച്ചു വെച്ച കടലയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം ഒരു മിക്സി ജാറിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന പകുതി തേങ്ങ, ഒരു തേങ്ങ മുഴുവനും എടുത്തിരുന്നു, അതിൽ നിന്നൊരു പകുതി തേങ്ങ ചിരവിയതും ജീരകവും കൂടി ഒന്ന് ചതച്ചെടുക്കാം. നല്ലതുപോലെ മഷി പോലെ അരയാൻ പാടില്ല, കുറച്ച് തരിതരിപ്പോടെ ഇത് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇത് ഇതിലോട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. മിക്സി ജാറിലോട്ട് കുറച്ച് വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കഴുകിയ വെള്ളവും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. കൂടുതൽ വെള്ളം ഇടാൻ പാടില്ല. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കൂടി അടച്ചു വെക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ഉപ്പും എരിവും ഒക്കെ പാകത്തിനുണ്ട്. കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുമുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി കൂട്ടുകറിയിലോട്ട് നമുക്ക് വറവിട്ട് കൊടുക്കണം. അപ്പൊ അതിനായി ഒരു പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെക്കുക. ഇനി ഈ ചൂടായ പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ വേണം ഇടാൻ. ഇനി ഈ ചൂടായ എണ്ണയിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക.
കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും വറ്റൽമുളകും ഇടുക. അതുപോലെ തന്നെ ബാക്കിയുള്ള തേങ്ങ. ഇനി ഇത് ബ്രൗൺ കളർ ആവുന്നത് വരെ തേങ്ങ വറക്കുമ്പോൾ നിങ്ങൾ കൈവിടാണ്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ബ്രൗൺ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കൂടുതലിട്ട് വറുത്താൽ ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് കൂട്ടുകറിയിലോട്ട് മാറ്റാം. അപ്പം വറുത്തെടുത്ത തേങ്ങ ഇതിലോട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു വറവിലാണ് ഈ കൂട്ടുകറിയുടെ സ്വാദുള്ളത്. അതുകൊണ്ട് തേങ്ങ നിങ്ങൾ ഒട്ടും കുറയ്ക്കരുത്, അതിലൊട്ടും പിശുക്ക് കാണിക്കാൻ പാടില്ല. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പം സ്വാദിഷ്ടമായ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കൂട്ടുകറിക്ക് വേണ്ടത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വരുന്ന ഓണത്തിന് നിങ്ങൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവർക്കും ഗൾഫ് കിച്ചന്റെ ഹാപ്പി ഓണം. താങ്ക് യു.